ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ റനാൻജും അഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു ബാച്ചിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ എൻ്റെ ഒരു അനുഭവമാണ്. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ ഒരു സ്ഥാപനത്തിന്റെ പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ അവിടെ എത്ര കൂടുതൽ പേർക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമല്ല, മറിച്ച് നമ്മൾ ആ സ്ഥാപനത്തിൽ അവിടെ പഠിപ്പിച്ചു തരുന്ന ടീച്ചേഴ്സ് അവർ പഠിപ്പിക്കുന്ന നമുക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പം എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പിന്നീട് പറയാട്ടോ. അതിനുമുമ്പ് എനിക്ക് ഇമ്പോർട്ടന്റ് ആയ വേറൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു എൻട്രൻസ് ഒക്കെ ബന്ധപ്പെട്ട് തന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു എഡ്യൂപോർട്ടിലെ അജാസ് സാറിന്റെ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? അതായത് നമ്മൾ ഈ നീറ്റ് ജെയ്ക്കൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നവർക്കും റിപ്പീറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ്, ഒരു അടിപൊളി സ്കോളർഷിപ്പിനെ കുറിച്ച്. പിന്നെ എഡ്യൂപോർട്ടിനെ കുറിച്ച് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് എഡ്യൂപോർട്ടിന്റെ എൻട്രൻസിന്റെ ബേസ് ചെയ്ത ക്ലാസ്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ടീച്ചേഴ്സ് ഒക്കെ അടിപൊളിയായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ യൂട്യൂബിൽ അവരുടെ ലൈവ് ക്ലാസ്സുകളും ഒക്കെ ഒരുപാടുണ്ടല്ലോ, കണ്ടിട്ടുള്ളവരായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ചേർന്നവരൊക്കെ ഉണ്ടാകും. നല്ല രീതിക്ക് നമുക്ക് ട്രിക്സുകളൊക്കെ പറഞ്ഞു തരും. അവരുടെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ടിപ്സും ട്രിക്സ് ഒക്കെ പറഞ്ഞ് ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുക. ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേർക്ക് ഉണ്ടാകും ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയാതെ, ആ വീഡിയോ കാണാത്തവരൊക്കെ. നല്ലൊരു സ്കോളർഷിപ്പാണ് ഗൈസ്. കാരണം എല്ലാം ഈ +1 +2 അധികം ഒന്നും പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്തവർക്കും ജെയിലോ നീറ്റിലോ ഒക്കെ വലിയ റിസൾട്ട് കിട്ടാത്തവർക്കൊക്കെ ഉപകാരമാകുന്ന, നിങ്ങളൊരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ഇതാക്കി സ്കോർ ചെയ്തിട്ട് സ്കോളർഷിപ്പ് വാങ്ങിക്കാൻ പറ്റുന്ന തന്നെ ഒരു അവസരമാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് അവിടെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. കാരണം നിങ്ങൾക്ക് അവരുടെ ക്യാമ്പസുകളെ കുറിച്ചൊക്കെ അറിയാലോ. ഇപ്പം എഡ്യൂപോർട്ടിന് കോഴിക്കോട് തന്നെ 2 സെന്റർ ഉണ്ട്, പിന്നെ കൊണ്ടോട്ടിയിൽ ഒരു ഗേൾസ് ഓൺലി ക്യാമ്പസ് ഉണ്ട്, പിന്നെ മലപ്പുറത്തും തൃശ്ശൂരിലൊക്കെ ഉണ്ട് ഇതേപോലെ ക്യാമ്പസ്. നിങ്ങൾ ക്യാമ്പസ് ടൂർ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ യൂട്യൂബിൽ. അടിപൊളി ക്യാമ്പസുകളൊക്കെയാണ്. അപ്പൊ ഞാൻ ഒരുപാട് വൈകിക്കുന്നില്ല, ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു തരാം. +1 +2 നല്ല മാർക്ക് ഉള്ളവർക്കും ജെയും നീറ്റിലൊക്കെ നല്ല റിസൾട്ട് ഉള്ളവർക്കും വേണ്ടിയിട്ട് എഡ്യൂപോർട്ട് ഓൾറെഡി ഫുൾ സ്കോളർഷിപ്പ് ഒക്കെ കുറെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിലൊന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അടുത്ത ഒരു സ്കോളർഷിപ്പ് ഇസാറ്റ് എക്സാം വഴി എഡ്യൂപോർട്ട് കൊടുക്കുന്നത്. എഡ്യൂപോർട്ടിലെ ജെഇ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇസാറ്റ് എക്സാം വഴി എങ്ങനെ സ്കോളർഷിപ്പ് നേടാനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇസാറ്റ് എക്സാം മെയ് 6-ാം തീയതിയാണ് നടക്കുന്നത്. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ 100% കോഴ്സ് ഫ്രീ കിട്ടുന്നതിനോടൊപ്പം തന്നെ ഹോസ്റ്റൽ ആൻഡ് അക്കോമഡേഷൻ ഒക്കെ സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന നല്ലൊരു അവസരം ആരും മിസ്സാക്കണ്ട. എന്തായാലും ഒന്ന് എഴുതി നോക്കുക. പിന്നെ നിങ്ങൾ സെന്ററിനെ കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ജില്ലയിലും ഈ ഒരു എക്സാമിന്റെ സെന്റർ ഉണ്ട്. ഓഫ്ലൈൻ എക്സാം ആണ്. പിന്നെ ഈ ഒരു എക്സാമിന്റെ സിലബസ് ഒക്കെ ഏതൊക്കെയാണെന്നൊക്കെ എഡ്യൂപോർട്ടിന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്ത് ഇപ്പൊ തന്നെ പഠിച്ചൊക്കെ തുടങ്ങിക്കോളൂ. ഭയങ്കര ടഫ് ആയിട്ടുള്ള എക്സാം ഒന്നുമല്ല, ഈസി എക്സാം ആണെന്നാണ് സാർ പറയുന്നത് ഞാൻ കേട്ടത്. ഇനി നമുക്ക് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളാണ് കോഴ്സ് ഫ്രീ കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇനി ഞാൻ നിങ്ങൾ ഓരോ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം സ്കോളർഷിപ്പ് കിട്ടുന്നുള്ള പറയാം. നിങ്ങൾ ആദ്യത്തെ 10 റാങ്കിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആണ്, ഇൻക്ലൂഡിംഗ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. പിന്നെ 11 മുതൽ 50ാമത്തെ റാങ്ക് വരെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് 100% കോഴ്സ് ഫീ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ സ്കോളർഷിപ്പ് ആയിട്ട്. പിന്നെ 51 മുതൽ 100 വരെ റാങ്കിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് 75% ആണ്. പിന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് നോക്കാം. പിന്നെ 101 മുതൽ 250 വരെ റാങ്കിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് 50% കോഴ്സ് ഫീ നിങ്ങൾക്ക് സ്കോളർഷിപ്പായി കിട്ടും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 2501 മുതൽ 5000 വരെ റാങ്കിൽ എത്തിയാൽ പോലും നിങ്ങൾക്ക് 5% കോഴ്സ് ഫീ സ്കോളർഷിപ്പായി അവർ തരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എക്സാം എഴുതി നോക്കുക. പിന്നെ ആദ്യത്തെ ബാച്ച് മെയ് 8-ന് സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ടിൽ എത്താൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ അകത്ത് റിപ്പീറ്റേഴ്സിനും സൂപ്പർ റിപ്പീറ്റേഴ്സിനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2 വർഷമൊക്കെ ആയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ +1 +2 ജെയുടെ നീറ്റിന്റെ ഒന്നും സ്കോളർഷിപ്പ് കിട്ടില്ല. നിങ്ങൾക്ക് ഈ ഇസാറ്റ് എക്സാം വഴി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് നല്ലൊരു അവസരമാണ്. ആരും എന്തായാലും മിസ്സാക്കണ്ട. ഇപ്പൊ തന്നെ പഠിച്ച് നന്നായിട്ട് നല്ല റാങ്കിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ആ ഗൂഗിൾ ഫോം വഴി കയറിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് പഠിച്ചു തുടങ്ങുക. നല്ല റാങ്കിൽ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല സ്കോളർഷിപ്പോട് കൂടി തന്നെ അടിപൊളി ക്യാമ്പസിൽ പഠിക്കാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും കുറെ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.